ഹായ് മക്കളെ, സ്കൂളൊക്കെ തുറന്നു അല്ലേ? സ്കൂളൊക്കെ തുറന്നു, എല്ലാവരും സ്കൂളിലേക്ക് പോകാൻ തുടങ്ങി. എങ്ങനെയുണ്ടായിരുന്നു പ്രവേശനോത്സവമൊക്കെ? ഗംഭീരമായിരുന്നില്ലേ? അപ്പോൾ ഉറുദുവിനൊക്കെ ചേർന്നിട്ടുണ്ടാവില്ല എല്ലാവരും. പാഠപുസ്തകമൊക്കെ കിട്ടിയല്ലോ. എങ്ങനെയുണ്ട് പാഠപുസ്തകങ്ങളൊക്കെ? അപ്പോൾ നമുക്ക് അക്ഷരങ്ങൾ വേഗം പഠിച്ചു കഴിയണം, എങ്കിൽ മാത്രമാണ് നമുക്ക് നമ്മുടെ പാഠഭാഗത്തിലേക്ക് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ 2 വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. മൂന്നാമത്തെ വീഡിയോയാണ് ഇത്. കുറച്ച് തിരക്കിലായതുകൊണ്ടാണ് കുറച്ച് ലേറ്റ് ആയത് കേട്ടോ. അപ്പോൾ മൂന്നാമത്തെ വീഡിയോയിലേക്ക്, നമ്മുടെ ഉറുദു പഠന ക്ലാസ്സിൻ്റെ മൂന്നാമത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇനി ഒരൊറ്റ വീഡിയോയും കൂടിയേ ഉള്ളൂ. ആ വീഡിയോയിലൂടെ ആകുമ്പോഴേക്കും നമ്മുടെ എല്ലാ അക്ഷരങ്ങളും നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിരിക്കും. ആ അക്ഷരങ്ങൾ ഉപയോഗിച്ചുള്ള വാക്കുകൾ നിങ്ങളുടെ മുന്നിലെത്തും. അപ്പോൾ അതോടുകൂടെ നിങ്ങൾക്ക് ഓരോ അക്ഷരങ്ങളും അതുപയോഗിച്ചുള്ള വാക്കുകൾ, അതേപോലെ തന്നെ അതിൻ്റെ ശബ്ദങ്ങൾ, ഓരോ അക്ഷരങ്ങളിൽ എന്ന് വെച്ചാൽ അലിഫ് എന്ന് പറയുമ്പോൾ ആ ആണ്, ബേ ആകുമ്പോൾ ബാ എന്നാണ് വായിക്കേണ്ടത് എന്നൊക്കെ മനസ്സിലാവും. അത് കഴിഞ്ഞതിന് ശേഷം ചിഹ്നങ്ങൾ, അല്ലേ, നമ്മൾ ചിഹ്നങ്ങളുണ്ടല്ലോ, ആ എങ്ങനെയാണ്, ഈ എങ്ങനെയാണ് വായിക്കുക, ഊ എങ്ങനെയാണ്, അതിൻ്റെ ആയിട്ട് ഞാൻ വേറൊരു വീഡിയോയും കൂടി ഇടും. അപ്പോൾ ഇത് മൂന്നാമത്തെ വീഡിയോയാണ്. നാലാമത്തെ വീഡിയോയിൽ കൂടെ നമ്മുടെ എല്ലാ അക്ഷരങ്ങളും തീരും. അതിനുശേഷം അടുത്ത ഒരു വീഡിയോ ഇടും. അതിലായിരിക്കും നമ്മുടെ ചിഹ്നങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് കടക്കാം കേട്ടോ. ഇന്ന് നിങ്ങൾക്കുണ്ടാവുന്ന വേറെ കുറച്ച് സംശയങ്ങൾക്കുള്ള മറുപടിയും കൂടിയായാണ് ഞാൻ വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും ചോദിക്കുന്ന ചോദ്യമാണ്, ഉറുദു പഠിക്കുന്ന സമയത്ത് നിങ്ങളുടെ മനസ്സുകളിലൊക്കെ, ചോദിച്ചില്ലെങ്കിലും നിങ്ങളുടെ മനസ്സുകളിലൊക്കെ ഉണ്ടാവുന്ന ഒരു ചോദ്യമാണിത്. ശരിക്കും ഉറുദു ആരുടെ ഭാഷയാണ്? എഴുതുമ്പോൾ എന്താണ് അറബി പോലെയുള്ളത്? കേൾക്കുമ്പോൾ ഹിന്ദി പോലെയുണ്ട്. എന്താണ് ഇതിന് പിന്നിലെ കാരണം? ഉണ്ടാവാറില്ലേ? എല്ലാവർക്കും ഈ സംശയങ്ങൾ ഉണ്ടാവും അല്ലേ? അപ്പോൾ നമുക്ക് എന്താണ് ഇതിന് കാരണം എന്നൊന്ന് നോക്കാം. ഉറുദു ആരുടെ ഭാഷയാണ് എന്നുള്ള ചോദ്യത്തിൻ്റെ ഉത്തരമാണ് കേട്ടോ ആദ്യം കൊടുത്തിരിക്കുന്നത്. ശരിക്കും ഉറുദു ആരുടെയും ഭാഷയല്ല. നിങ്ങൾ ആരുടെ ഭാഷയാണ് എന്ന് ചോദിക്കുന്നതിനുള്ള കാരണങ്ങൾ, അത് ഉറുദുവിന് ഏത് മതമാണുള്ളത് എന്നുള്ള ഒരു ചോദ്യത്തിൻ്റെ അർത്ഥത്തിലാണ് നിങ്ങൾ ചോദിക്കുന്നത്. കാരണം എഴുതുമ്പോൾ അതെന്താ അറബി പോലെ, കേൾക്കുമ്പോഴോ ഹിന്ദി പോലെ. അപ്പോൾ ശരിക്കും ഇതിന് ഉറുദുവിന് ഏതാ മതം എന്ന് ചോദിക്കുന്ന ആൾക്കാരുണ്ട്. ചിലർ പറയും ഇത് മുസ്ലിങ്ങളുടെ ഭാഷയാണ്, അതുകൊണ്ട് മുസ്ലിങ്ങൾ മാത്രമേ പഠിക്കാൻ പറ്റുള്ളൂ. ഇതൊന്നും മറ്റുള്ളവർക്ക് പഠിക്കാൻ പറ്റില്ല. ശരിക്കും ആരാണ് നമ്മുടെ ഭാഷകൾക്ക് മതമുണ്ടാക്കി കൊടുക്കുന്നത്? അല്ലേ? നമ്മൾ ഊഹങ്ങൾ കൊണ്ട് പലരും എന്ത് ചെയ്യാണ്, പല പല കാര്യങ്ങളും ചിന്തിച്ചു കൂട്ടുകയാണ്. ശരിക്കും ഉറുദു ഭാഷ നമ്മുടെ മുഗൾ കാലഘട്ടം അറിയാലോ, മുഗൾ ഭരണം അറിയാലോ. നമ്മുടെ ബ്രിട്ടീഷുകാർ ഭരിക്കുന്നതിന് മുന്നേ മുഗൾ കാലഘട്ടമായിരുന്നു ഉണ്ടായിരുന്നത്. നമ്മുടെ ഇന്ത്യയിൽ ഇന്ന് കാണുന്ന പല ചരിത്ര സ്മാരകങ്ങളും നിർമ്മിച്ചത് മുഗൾ കാലഘട്ടത്താണ്. ആ സമയത്ത് ഇവിടെ ഇന്ത്യയിൽ ഉണ്ടായിരുന്ന അതുപോലെ തന്നെ ഹിന്ദുമത വിശ്വാസികളും, അതുപോലെ വേറെ ഭാഗത്തു നിന്ന് വന്നിട്ടുള്ള മുസ്ലിം മതവിശ്വാസികളും എല്ലാവരും കൂടി ഒരുമിച്ച് അവരുടെ സ്നേഹത്തിൻ്റെയും ഐക്യത്തിൻ്റെയും ഭാഗമായി രൂപം കൊണ്ട ഭാഷയാണ് നമ്മുടെ ഉറുദു. അപ്പോൾ അവരുടെ ഭാഷയും ഇവിടെയുള്ള പ്രാദേശിക ഭാഷകളും എല്ലാം കൂടെ ചേർന്നാണ് ഇന്ന് കാണുന്ന ഉറുദു പിറന്നു വീണത്. അപ്പോൾ ശരിക്കും ഉറുദു ആരുടേതാണ്? ഉറുദു എല്ലാവരുടേതാണ്. ഉറുദുവിന് ജാതിയോ മതമോ നിറമോ ഒന്നുമില്ല. എല്ലാവർക്കും തുല്യമായി അവകാശമുള്ള ഭാഷയാണ് ഉറുദു. ഓക്കെ, ഉറുദു ഭാഷ ജാതി മത ഭേദമന്യേ എല്ലാവർക്കും സ്വന്തമാണ്. ഉറുദു ഭാഷയിൽ എന്തൊക്കെ വേർഡ്സ് അടങ്ങിയിട്ടുണ്ട് അറിയോ? ഏതൊക്കെ ഭാഷയുടെ വേർഡ്സ് അടങ്ങിയിട്ടുണ്ട്? നമ്മുടെ അറബി വേർഡ് അടങ്ങിയിട്ടുണ്ട്, അതുപോലെ തന്നെ ഫാർസി, അതുപോലെ ഇംഗ്ലീഷ് വേർഡുകളുണ്ട്, അതുപോലെ തന്നെ സംസ്കൃതം, ഹിന്ദി, അങ്ങനെ എല്ലാ ഭാഷയിലെയും പല പല വാക്കുകളും ചേർന്നിട്ടാണ് നമ്മുടെ ഇന്ന് കാണുന്ന ഉറുദു ഉള്ളത്. മനസ്സിലായോ? അപ്പോൾ ഉറുദു ഭാഷയുടെ ആ സംശയം, ഉറുദു ഭാഷയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആ സംശയം നമ്മൾ മാറ്റിക്കളയുക. ഉറുദു എല്ലാവരുടെയും ഭാഷയാണ്.
ഇനി അടുത്തത് എഴുതുമ്പോൾ അറബി പോലെയാണ്. എന്താ കാരണം അല്ലേ? നമുക്കറിയാലോ, ഓരോ ഭാഷയും ഓരോരോ ലിപിയിലാണ് എഴുതുന്നത്. മലയാളം എഴുതുന്ന പോലെയല്ല നമ്മൾ ഇംഗ്ലീഷ് എഴുതുക അല്ലേ? അപ്പോൾ ഉറുദുവും അറബിയുമെല്ലാം പേർഷ്യൻ ലിപിയിലാണ് എഴുതുന്നത്. അതുകൊണ്ടാണ് എഴുത്ത് അതുപോലെ. സാധാരണ നമ്മൾ ഇടത് നിന്ന് വലതിലേക്കാണ് എഴുതുക, മലയാളം ഇംഗ്ലീഷൊക്കെ. ഉറുദുവോ വലതിൽ നിന്നും ഇടതിലേക്കാണ് എഴുതുന്നത്. അപ്പോൾ അത് ക്ലിയർ ആയില്ലേ? അടുത്തത് ഏതാ? അടുത്തത് ഹിന്ദിയും ഉറുദുവും എന്താണ് കേൾക്കുമ്പോൾ ഒരുപോലെ? കേൾക്കുമ്പോൾ ഞങ്ങൾക്ക് അറിയുന്നില്ല അല്ലേ? ചിലപ്പോൾ പദ്യമോ അല്ലെങ്കിൽ ശരിക്കും ഉറുദു ഒക്കെ ഒരുപാട് സിനിമകളിലൊക്കെ ഉണ്ട്. അത് ആർക്കും അറിയില്ല. എല്ലാവരും വിചാരിക്കുന്നത് അത് ഹിന്ദിയാണെന്നാണ്. എന്തുകൊണ്ടെന്നാൽ ഉറുദുവും ഹിന്ദിയും സഹോദര ഭാഷകളാണ്. ഇവിടെ ഗഡി ബോലി എന്നുള്ള ഒരു ഡയലക്റ്റ് ഉണ്ട്. അതിൽ നിന്നാണ് ഉറുദുവും ഹിന്ദിയുമൊക്കെ രൂപം കൊണ്ടത്. നമ്മൾ ഗഡി ബോലി എന്നുള്ള ഇവിടെ പ്രചാരത്തിലുള്ള ഒരു ബോലിയിൽ നിന്നാണ്, ഒരു തായ്വഴിയിൽ നിന്നാണ് എന്ത് രണ്ടും ഉണ്ടായത്? ഉറുദുവും ഹിന്ദിയും രൂപം കൊണ്ടത്. അതുകൊണ്ടാണ് ഉറുദുവും ഹിന്ദിയും കേൾക്കുമ്പോൾ ഒരേപോലെയുള്ളത്. അപ്പോൾ ഈ സംശയങ്ങളൊക്കെ തീർന്നില്ലേ? ഇനി നമുക്ക് നമ്മുടെ പാഠഭാഗത്തിലേക്ക് പോകാം. അപ്പം നമ്മൾ നമ്മുടെ ഉറുദു അക്ഷരങ്ങൾ കുറേ എണ്ണം പഠിച്ചു അല്ലേ? കുറേ എണ്ണം പഠിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണ് പഠിച്ചത് ഓർമ്മയില്ലേ? ഏതൊക്കെ അക്ഷരങ്ങൾ പഠിച്ചു? കുറേ എണ്ണം പഠിച്ചിട്ടുണ്ട് അല്ലേ? ആ പഠിച്ചതൊക്കെ നമുക്കൊന്ന് ഓർത്ത് നോക്കിയാലോ? ഒന്നുകൂടെ നമുക്ക് ഓർത്ത് നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ അലിഫ്, ബേ, പേ, തേ, ടേ, സേ, ജീം, ചേ, ഹേ, ഖേ, ദാൽ, ഢാൽ, സാൽ, റേ, ഡേ, സേ, ഷേ. ഇനി ഇത്രയും നമ്മൾ പഠിച്ചു. ബാക്കിയാണ് ഇന്നത്തെ വീഡിയോയിൽ പഠിക്കാൻ പോകുന്നത്. ഇത്രയും അക്ഷരങ്ങൾ, ഈ 8 അക്ഷരങ്ങളും ഇവ അടങ്ങിയിട്ടുള്ള വാക്കുകളുമാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇതൊന്ന് വായിച്ച് നോക്കാം കേട്ടോ. അതിനുശേഷം നമുക്ക് വാക്കുകൾ പരിചയപ്പെടാം. സീൻ, ഷീൻ, സ്വാദ്, 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 ത്വയ്, സൊയ്, ഐൻ, വൈൻ, ഐൻ, വൈൻ. അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന അക്ഷരങ്ങൾ ഒന്നുകൂടെ നമ്മൾ നോക്കുകയാണ്. നോക്കൂ, ഇതാണ് നമ്മുടെ സീൻ, സീൻ, ഷീൻ, ഷീൻ, സ്വാദ്, 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 ത്വയ്, ത്വയ്, സൊയ്, സൊയ്, ഐൻ, ഐൻ, ഗൈൻ, ഗൈൻ. ഇത് ഗ എഴുതിയിട്ടുണ്ട്. നമുക്ക് ആ ശബ്ദം എഴുതാൻ ആവില്ല, അതുകൊണ്ടാണ് ഗ എന്ന് എഴുതിയത് കേട്ടോ. ഐൻ, ഗൈൻ. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് വാക്കുകൾ നോക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ സീന് വെച്ചിട്ടുള്ള വാക്കാണ് ചിത്രത്തിൽ കാണുന്നത്. സീന് വെച്ചിട്ടുള്ള വാക്ക് കേട്ടോ, സീന്. അപ്പോൾ സബ്സി എന്നാണ് എഴുതിയിരിക്കുന്നത്. സബ്സി, പച്ചക്കറികളെ പറയുന്ന പേരാണ് സബ്സി. ഇതിൽ ഏതൊക്കെ അക്ഷരങ്ങളാണ് വന്നിരിക്കുന്നത്? ഒന്ന് പിരിച്ചെഴുതി നോക്കാം. സീന് പ്ലസ് ബേ പ്ലസ് സേ പ്ലസ് യാ. ഇത്രയും അക്ഷരങ്ങൾ അടങ്ങിയതാണ് നമ്മുടെ സബ്സി. എന്താണ്? സബ്സി, പച്ചക്കറി. അടുത്ത വാക്ക് നോക്കൂ, സൂരജ്. സൂര്യനാണല്ലേ, സൂരജ്. അപ്പോൾ സൂരജിൽ ഏതൊക്കെ അക്ഷരങ്ങളുണ്ട്? സൂരജിൽ സീന് പ്ലസ് വാവ് പ്ലസ് റേ പ്ലസ് ജീം. സൂരജ്, സൂരജ്. എന്താ വായിക്കാം? സൂരജ്. അടുത്ത വാക്കാണ് സിർ. സിർ, തല.
സിർ. എന്താണ്? സിർ. രണ്ടക്ഷരമേ ഉള്ളൂ. ഏതൊക്കെയാണ്? സീന് പ്ലസ് റേ. സീന് പ്ലസ് റേ ചേർന്നതാണ് സിർ. തലയെ പറയുന്ന ഉറുദു വേർഡാണ് സിർ. അപ്പം നമ്മുടെ സീന് വെച്ചിട്ടുള്ള 3 വാക്കുകൾ ഏതൊക്കെയായിരുന്നു? ഒന്ന് സബ്സി, അടുത്തതോ സിർ, അടുത്തത് സൂരജ് അല്ലേ? ഒന്നുകൂടി നോക്കാം. സബ്സി, സൂരജ്, സിർ. ഒന്നുകൂടെ സബ്സി, സൂരജ്, സിർ. അടുത്ത വാക്ക് ഷീൻ വെച്ചിട്ടുള്ളതാണ്. ഷീൻ വെച്ചിട്ടുള്ള വാക്കാണ് ചിത്രത്തിൽ കാണുന്നത്. കണ്ടല്ലോ അല്ലേ? ഷുഗർ. ഷുഗർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ, പഞ്ചസാര. പഞ്ചസാരയെ ഉറുദുവിൽ പറയുന്ന വാക്കും അതുതന്നെയാണ് ഷുഗർ. ഷുഗറിൽ ഏതൊക്കെ അക്ഷരങ്ങളാണ് വന്നിട്ടുള്ളത്? അത് നോക്കാം. ഷീന് പ്ലസ് കാഫ് പ്ലസ് റേ. ഇത് ചേർന്നതാണ്, ഈ 3 എണ്ണം ചേർന്നതാണ് നമ്മുടെ ഷുഗർ. അടുത്ത വാക്ക് നമ്മുടെ സിംഹത്തിനെ പറയുന്ന പേരാണ്. നമ്മുടെ കാട്ടിലെ രാജാവാണ് അല്ലേ സിംഹം. സിംഹത്തിനെ പറയുന്ന പേരാണ് ഷേർ. 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 ഷേർ എങ്ങനെ എഴുതുക? ഷീന് പ്ലസ് നമ്മുടെ യാ ഉണ്ട് കേട്ടോ. യാ ഇങ്ങനെ എഴുതാം. ഇവിടെ കുത്തുള്ള യാ ആണ് കേട്ടോ. കൂട്ടി എഴുതുമ്പോൾ ഇങ്ങനെയാണ് വരിക. അവസാനം ആകുന്ന സമയത്ത് ഈ രീതിയിലും വരും കേട്ടോ. ഷേർ. എന്താണ്? ഷേർ. ഷേർ. ഇതാണ് നമ്മുടെ അടുത്ത വാക്ക്. എന്താ കാണുന്നത്? ഷട്ടിൽ ബാറ്റ് അല്ലേ? ഷട്ടിൽ ബാറ്റ്. ഷട്ടിൽ ബാറ്റ്. ഷട്ടിൽ ബാറ്റിന് എങ്ങനെ എഴുതുന്നത്? ഷീന് പ്ലസ് ടേ പ്ലസ് ലാമ്. ഷട്ടിൽ. ബാറ്റ് എങ്ങനെ വന്നത്? ബേ പ്ലസ് എ പ്ലസ് ടേ. ഇതാണ് നമ്മുടെ ഷട്ടിൽ ബാറ്റ്. അപ്പോൾ ഷീന് വെച്ചിട്ടുള്ള 3 വാക്കുകൾ ഓർമ്മയുണ്ടല്ലോ. ഷുഗർ അല്ലേ? ഷുഗർ, ഷേർ, ഷട്ടിൽ ബാറ്റ്. ഷുഗർ, ഷേർ, ഷട്ടിൽ ബാറ്റ്. ഓക്കെ, അടുത്ത അക്ഷരത്തിലേക്ക് പോവാം. അടുത്തത് നമ്മുടെ സ്വാദ് വെച്ചിട്ടുള്ളതാണ്. സ്വാദ് വെച്ചിട്ടുള്ള വാക്കാണ്. എന്താ ചിത്രത്തിൽ കാണുന്നത്? ഒരു മരുഭൂമി. മരുഭൂമിയെ പറയുന്ന പേരാണ് സഹ്റ. സഹ്റ. സ്വാദ് പ്ലസ് ഹേ പ്ലസ് റേ പ്ലസ് അലിഫ്. ഇത്രയും അക്ഷരങ്ങൾ ചേർന്നതാണ് നമ്മുടെ മരുഭൂമിയെ പറയുന്ന സഹ്റ എന്നുള്ള വാക്ക്. ഇത് നമ്മുടെ സ്വാദാണ് കേട്ടോ. സ്വാദ് വെച്ചിട്ടുള്ള ആദ്യത്തെ വാക്കാണ് സഹ്റ. അടുത്ത വാക്ക് നോക്കിയാലോ. അടുത്ത വാക്കാണ് സ്വാഫ. സ്വാഫ. സോഫ. സോഫ എങ്ങനെ എഴുതുന്നത് നോക്കാം. നമ്മുടെ സ്വാദും വാവും ഫേയും പിന്നെ ഈ വാലെങ്ങനെയാണ് വന്നത് അല്ലേ? ഈ വാലെങ്ങനെയാണ് വന്നത്? ഇത് ഈ ഹ ചേർന്നതാണ് ഇത്. അപ്പോഴാണ് നമ്മുടെ സോഫ. അപ്പോൾ എപ്പോഴും ഈ വാല് അല്ലേ, ഈ ഹ ചേർന്ന് കഴിഞ്ഞാൽ ഇതുപോലൊരു വാലായി മാറും. മനസ്സിലായോ? ഇതൊരു സംശയമാണ് എല്ലാവർക്കും, ഇതെങ്ങനെയാണ് ഈ അക്ഷരം വരിക എന്ന്. അപ്പോൾ ഈ ഹായാണ് ഇങ്ങനെ ഈ രീതിയിലേക്ക് മാറുന്നത്. അപ്പോൾ ഇതെന്താ വാക്ക്? സോഫ. സോഫ കേട്ടോ. സോഫ തന്നെ. അപ്പം നമ്മുടെ അടുത്ത വാക്ക് എന്താ? നമ്മളൊക്കെ തേച്ചൊരച്ച് കുളിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന വസ്തുവാണല്ലേ സോപ്പ്. സോപ്പിന് എന്താ പറയുക ഉറുദുവിൽ? സോപ്പിനെ ഉറുദുവിൽ പറയുന്ന വാക്കാണ് സാബുൻ. സാബുൻ എങ്ങനെ എഴുതുന്നത്? സ്വാദ് അലിഫ് ബേ പ്ലസ് വാവ് പ്ലസ് നൂന്. ഇത്രയും 5 അക്ഷരങ്ങൾ ചേർന്നതാണ് നമ്മുടെ സാബുൻ. അപ്പോൾ ഏതൊക്കെയായിരുന്നു 3 വാക്കുകൾ? ഒന്ന് സഹ്റ, അടുത്തത് സോഫ, അടുത്തതാണ് നമ്മുടെ
സാബുൻ. അടുത്ത അക്ഷരമാണ് സ്വാദ്. അടുത്ത അക്ഷരം ഏതാണ്? സ്വാദ്. സ്വാദ് വെച്ചിട്ടുള്ള ആദ്യത്തെ വാക്കാണ് സഹീം. സഹീം. സഹീം നമുക്ക് അറിയുന്നുണ്ട് അല്ലേ? കുറച്ച് ഒരു ഫാറ്റ് ബോയിനെയാണ് നമ്മൾ, അല്ലെങ്കിൽ ഒരു ഫാറ്റ് ആയിട്ടുള്ള ഒരാളെയാണ് നമ്മൾ പറയുന്നത് സഹീം. സഹീം എന്നെങ്ങനെ എഴുതുക? സ്വാദ് പ്ലസ് ഹേ പ്ലസ് യേ പ്ലസ് മീം, ഇത്രയും ചേർന്നതാണ് സഹീം കേട്ടോ. അടുത്ത സ്വാദ് വെച്ചിട്ടുള്ള വാക്കാണ് സിയാഫത്ത്. സിയാഫത്ത് നമ്മൾ ഫുഡ് ഐറ്റംസിനെയാണ് പറയുന്നത് സിയാഫത്ത്. സിയാഫത്ത് എന്ന് എങ്ങനെയാണ് എഴുതുക നോക്കാം. സ്വാദ് പ്ലസ് യേ പ്ലസ് അലിഫ് പ്ലസ് ഫേ പ്ലസ് തേ, ഇതാണ് സിയാഫത്ത്. 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 അടുത്തത് നമ്മുടെ ത്വയ്. ത്വയ് എന്നുള്ള അക്ഷരം വെച്ചിട്ടുള്ള വാക്കാണ് കേട്ടോ. ചിത്രത്തിൽ കാണാലോ ഒരു തൊഴുത്ത്. തൊഴുത്തിനെ പറയുന്ന വാക്കാണ് ത്വവീല. ത്വവീല. ത്വയ് പ്ലസ് വാവ് പ്ലസ് യാ പ്ലസ് ലാമ് പ്ലസ് ഹാ, ഇതാണ് എന്ത്? ത്വവീല. ത്വവീല. ത്വവീല എന്ന് പറഞ്ഞാൽ തൊഴുത്ത്. അപ്പം അടുത്ത വാക്കാണ് ത്വയ്യാറ. അടുത്തത് ത്വയ്യാറ. ത്വയ്യാറ എന്ന് പറഞ്ഞാൽ വിമാനം. വിമാനത്തിന് പറയുന്ന പേരാണ് ത്വയ്യാറ. ത്വയ്യാറയിൽ ഏതൊക്കെ അക്ഷരങ്ങളാണുള്ളത്? ഒന്ന് ത്വയ് പ്ലസ് യേ പ്ലസ് അലിഫ് പ്ലസ് റേ പ്ലസ് ഹേ. ത്വയ്യാറ. റായിൻ്റെ കൂടെ ചേരുന്ന സമയത്ത് ഇങ്ങനെ വാല് പോലെ ഇത് വരില്ല കേട്ടോ. ഇങ്ങനെ പെട്ടി പോലെയുള്ള അക്ഷരങ്ങളുടെ കൂടെ ചേരുമ്പോഴാണ് സാധാരണഗതിയിൽ ഈ ഹ എന്തായി മാറുക? അവസാനം ഇങ്ങനെയായിട്ട് മാറുന്നത്. റായിൻ്റെ കൂടെ ചേരുമ്പോഴൊന്നും അങ്ങനെയായി മാറില്ല. ഇതെന്താ വാക്ക്? ത്വയ്യാറ. ത്വയ്യാറ. അടുത്ത വാക്കെന്താ? അടുത്ത വാക്കാണ് ത്വാഉസ്. ത്വാഉസ്. ത്വാഉസ് എന്ന് പറഞ്ഞാൽ മയിൽ. മയിലിനെ പറയുന്ന വാക്കാണ് ത്വാഉസ്. അതെങ്ങനെ എഴുതുന്നത്? ത്വയ് പ്ലസ് അലിഫ് പ്ലസ് വാവ് പ്ലസ് സീന്, ത്വാഉസ്. അപ്പോൾ നമ്മുടെ സോയ് വെച്ചിട്ടുള്ള വാക്കാണ് സവാഹിർ. സവാഹിർ. സവാഹിർ എന്ന് പറഞ്ഞാൽ ധർത്തി, നമ്മുടെ ഭൂമിയുടെ വേറൊരു സമാന പദമാണ് സവാഹിർ കേട്ടോ. സവാഹിർ. അപ്പോൾ സവാഹിർ എങ്ങനെയാണ് എഴുതുക നോക്കാം കേട്ടോ. എങ്ങനെയാണ് എഴുതുക? അപ്പോൾ സോയ് പ്ലസ് വാവ് പ്ലസ് അലിഫ് പ്ലസ് ഹേ. ഈ ഹ എങ്ങനെയാണ്? ഇതാണ് കേട്ടോ. ഈ ഹ ചേരുമ്പോഴാണ് ഇങ്ങനെയായി മാറുന്നത് റേ. നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഈ ഹേ അവസാനം വരുന്ന സമയത്ത് ഇങ്ങനെയായിട്ടൊക്കെ മാറുന്നുണ്ട്. ത്വവീലയിൽ നമ്മൾ പറഞ്ഞില്ലേ, അതേപോലെ തന്നെ ഇടയിൽ വരുമ്പോഴാണ് ഇങ്ങനെയായിട്ട് മാറുന്നത് കേട്ടോ. സവാഹിർ. സവാഹിർ പറഞ്ഞാൽ ഭൂമി. അടുത്ത വാക്കാണ് സുറൂഫ്. സുറൂഫ്. സുറൂഫ് എന്ന് പറഞ്ഞാൽ നമ്മൾ വെസൽസ്, നമ്മൾ പാത്രങ്ങൾ എന്നൊക്കെ പറയില്ലേ, അതിനെയാണ് സുറൂഫ് എന്ന് പറയുന്നത്. സുറൂഫ്. സുറൂഫിൽ ഏതൊക്കെ അക്ഷരങ്ങളാണുള്ളത്? നമ്മുടെ സോയ്, റേ പ്ലസ് വാവ് പ്ലസ് ഫേ, ഇത്രയും ചേർന്നതാണ് സുറൂഫ് എന്നുള്ള വാക്ക്. എന്താണ്? സുറൂഫ്. സുറൂഫ്. അടുത്ത വാക്കാണ് സുൽമത്ത്. സുൽമത്ത്. എന്താണ്? സുൽമത്ത്. നമ്മൾ അന്തേര, ഇരുട്ട് എന്നൊക്കെ പറയുമല്ലോ, അതിൻ്റെ വേറെ ഒരു വാക്കാണ് സുൽമത്ത്. സുൽമത്ത്. സുൽമത്ത് എങ്ങനെ എഴുതുക? സുൽമത്ത് എങ്ങനെ എഴുതാൻ നോക്കാം. നമ്മുടെ സോയ് പ്ലസ് ലാമ് പ്ലസ് മീമ് പ്ലസ് തേ ചേർന്നതാണ് സുൽമത്ത്. സുൽമത്ത്. അപ്പോൾ നമ്മൾ സോയ് വെച്ചിട്ടുള്ള ഏതൊക്കെ വാക്കുകളാണ് പഠിച്ചത്?
ഒന്ന് സുൽമത്താണ്, അടുത്തത് സുറൂഫാണ്, അടുത്തത് എന്താണ്? ജവാഹിർ അല്ലേ? ജവാഹിറാണ്. അപ്പോൾ ഇത്രയുമാണ് സോയ് വെച്ചിട്ടുള്ള അക്ഷരങ്ങൾ, സോയ് വെച്ചിട്ടുള്ള വാക്കുകൾ കേട്ടോ. അടുത്തത് ഐൻ വെച്ചിട്ടുള്ള വാക്കാണ്. ഐൻ വെച്ചിട്ടുള്ള വാക്ക്, ഐൻ നമ്മൾ ഒറ്റയ്ക്ക് എഴുതുമ്പോൾ ഇങ്ങനെയാണ്, ചേർത്ത് എഴുതുമ്പോഴോ ഇങ്ങനെയായി വരും, അവസാനമാകുന്ന സമയത്ത് അത് ഇങ്ങനെയായി മാറും. മനസ്സിലായോ? ഐന് ഒറ്റയ്ക്ക് എഴുതുന്ന സമയത്ത് ഇങ്ങനെ വരും, ചേർത്ത് എഴുതുമ്പോൾ ഇങ്ങനെ തുടങ്ങും, അതുപോലെ ഇടയിലൊക്കെ ആകുന്ന സമയത്ത് അത് ഇങ്ങനെയായി മാറും. അത് വാക്കുകൾ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും കേട്ടോ. അതേമാതിരി അവസാനമാകുന്ന സമയത്ത് അത് ഇങ്ങനെയായി മാറും. അപ്പോൾ ഐൻ വെച്ചിട്ടുള്ള വാക്കാണ് അക്റബ്. അക്റബ് ചിത്രത്തിൽ കാണുന്ന ആൾ തന്നെയാണ് അക്റബ്. അക്റബ്. അപ്പോൾ ഇതിൽ ഏതൊക്കെ അക്ഷരങ്ങളാണുള്ളത്? ഐൻ, കാഫ്, റേ, ബേ. അപ്പോൾ ഇത്രയും ചേർന്നതാണ് നമ്മുടെ വാക്ക് അക്റബ്. അക്റബ്. അടുത്ത വാക്കാണ്, അടുത്ത ഐൻ വെച്ചിട്ടുള്ള വാക്കാണ് ഔറത്ത്. ഔറത്ത്. ഔറത്ത് എന്ന് പറഞ്ഞാൽ സ്ത്രീ, സ്ത്രീയെ പറയുന്ന ഉറുദു പദമാണ് ഔറത്ത്. ഔറത്ത് എന്നുള്ളതിൽ ഏതൊക്കെ അക്ഷരങ്ങളാണ് ചേർന്നിട്ടുള്ളത്? ഐന, വാവ്, റേ പ്ലസ് തേ. ഈ 4 അക്ഷരങ്ങൾ ചേർന്നതാണ് നമ്മുടെ ഔറത്ത് എന്നുള്ള വാക്ക്. അടുത്ത വാക്ക് ഐനക്ക്. ഐനക്ക്. ഐനക്ക് എന്താ? കന്നഡ. കന്നഡയെ പറയുന്ന വാക്കാണ് ഐനക്ക്. അപ്പോൾ ഇതിലേതൊക്കെ അക്ഷരങ്ങളാണുള്ളതെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. ഇല്ലേ മക്കളെ? മനസ്സിലായിട്ടില്ലേ? ഏതൊക്കെയാണ്? ഒന്ന് ഐനാണ്, അടുത്തതോ യേ ആണ്, അടുത്തത് നൂനാണ്, അടുത്തത് കാഫാണ്. അപ്പോൾ ഇത്രയും ചേർന്നതാണ് ഐനക്ക് എന്നുള്ള വാക്ക്. അപ്പോൾ നമ്മുടെ ഐൻ വെച്ചിട്ടുള്ള വാക്കുകൾ ഏതൊക്കെയാണ് നമ്മൾ പഠിച്ചത്? ഒന്ന് ഔറത്ത്, അതേപോലെ ഐനക്ക്, അതുപോലെ തന്നെ അക്റബ്. അപ്പോൾ ഈ 3 വാക്കുകൾ വാക്കുകളാണ് നമ്മൾ ഐൻ വെച്ചിട്ടുള്ള പഠിച്ചത്. അടുത്ത് നമ്മുടെ റൈൻ വെച്ചിട്ടുള്ള വാക്കാണ്. റൈൻ വെച്ചിട്ടുള്ള വാക്ക്, റൈൻ വെച്ചിട്ടുള്ള വാക്ക് ഏതൊക്കെയാണ്? ഒന്ന് ഗരീബ്. ഗരീബ്. ഗരീബ് കേട്ടോ. എങ്ങനെയാണ്? ഗരീബ്. നോക്കൂ, ഏതൊക്കെ അക്ഷരങ്ങളാണ് ഇതിലുള്ളത്? നമ്മുടെ റൈൻ, റേ, യേ, ബേ. ഇതാണ് നമ്മുടെ ഗരീബ് കേട്ടോ. ഗരീബ് എന്ന് പറഞ്ഞാൽ ദരിദ്രൻ. ദരിദ്രൻ എന്നുള്ള വാക്കാണ് ഗരീബിൻ്റെ അർത്ഥം. ഒരീബി എന്ന് പറയുകയാണെന്നുണ്ടെങ്കിലോ, ഒരീബി എന്ന് പറയുകയാണെങ്കിൽ ദാരിദ്ര്യം. ഇതിലൂടെ ഒരു യാ ചേരുകയാണെന്നുണ്ടെങ്കിൽ, ഈ ബാൻ്റെ അപ്പുറത്ത് ഒരു യാ കൂടെ ചേരുകയാണെന്നുണ്ടെങ്കിൽ അത് ഇങ്ങനെ ഒരീബി എന്നായി മാറും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതെന്താവും? ദാരിദ്ര്യം എന്നുള്ള അർത്ഥത്തിലേക്ക് മാറും. ഇത് ഒരീബാണ്, ദരിദ്രൻ. അടുത്ത വാക്ക് ഏതാ? അടുത്ത വാക്കാണ് ഉബാറ. ഉബാറ. ബലൂൺ. ബലൂണിനെ പറയുന്ന വാക്കാണ് ഉബാറ. ഉബാറ. പറഞ്ഞു നോക്കൂ. ഉബാറ. നോക്കൂ, ഏതൊക്കെ അക്ഷരങ്ങളാണ്? നമ്മുടെ ഐനുണ്ട്, അതുപോലെ തന്നെ ബേ ഉണ്ട്, അലിഫ് ഉണ്ട്, റേ ഉണ്ട്, നമ്മുടെ ചോട്ടി ഹേ ഉണ്ട്. അതാണ് ഉബാറ. ഉബാറ. അടുത്ത വാക്കാണ് നമ്മുടെ ഗസാൽ. ഗസാൽ. നമ്മുടെ മാനിന് പറയുന്ന വേറെ വാക്കാണ് കേട്ടോ അത്. ഗസാൽ. നമ്മൾ ഗസൽ എന്നൊക്കെ പറയണില്ലേ? നമ്മുടെ ഗസൽ, ഗസൽ എന്ന് നമ്മൾ പറയല്ലേ? ഗസൽ. ആ ഗസൽ. ആ ഗസൽ എന്നുള്ള വാക്ക് ഇതിൽ നിന്നാണ് വന്നത് എന്നൊക്കെ പറയാറുണ്ട് കേട്ടോ. ശരിക്കും ഇതിൽ നിന്നാണ് വന്നത് എന്നൊക്കെ പറയാറുണ്ട്. ഗസാൽ കേട്ടോ. ഇതിലേതൊക്കെ അക്ഷരങ്ങളാണുള്ളത്? ഓയിൻ, സേ, അലിഫ് പ്ലസ് ലാം. ഇത്രയും ചേർന്നാണ് ഗസാൽ കേട്ടോ. അപ്പോൾ ഏതൊക്കെ വാക്കുകളായിരുന്നു നമ്മൾ പഠിച്ചത്? ഉബാറ, ഒരീബ്, ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ ഒരു വാക്കും കൂടി പറഞ്ഞു, ഒരീബി, അതേമാതിരി ഗസാൽ കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്.
അപ്പോൾ ഇന്ന് പഠിച്ച അക്ഷരങ്ങളും വാക്കുകളുമൊക്കെ നിങ്ങൾ വീണ്ടും വീണ്ടും കേൾക്കുകയും പ്രാക്ടീസ് ചെയ്യുകയും ഒക്കെ ചെയ്യുക. എഴുതുക, വായിക്കുക, അല്ലേ? അതിന് മുന്നേ നന്നായി കേൾക്കണം. പറയുന്ന കാര്യങ്ങളൊക്കെ നന്നായി കേട്ട് മനസ്സിലാക്കി നിങ്ങൾ വായിക്കുക, പിന്നെ എഴുതിയും പഠിക്കുക കേട്ടോ. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ തീരാണ്. ഹുദാ ഹാഫിസ്.